മെസ്സിയാണ് കേരളത്തിലെ രാഷ്ട്രീയ തർക്കങ്ങളുടെ ചൂടൻ വിഷയം. ഇപ്പോൾ മെസ്സി വരുമോ വരില്ലയോ? ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, മെസ്സി വന്നാലും വന്നില്ലെങ്കിലും പാവം സ്പോൺസർമാരായ റിപ്പോർട്ടർ ടിവിയെ അധിക്ഷേപിക്കുക, റിപ്പോർട്ടർ ടിവി മാനേജ്മെന്റിനെ അധിക്ഷേപിക്കുക, അവരുടെ പേരിലുള്ള ഒരു കേസ്, അതിൽ കുറ്റപത്രം പോലും ഇനി സമർപ്പിക്കപ്പെട്ടിട്ടില്ല എന്നാണ് ഇന്ന് വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവരുടെ പേരിലുള്ള അഗസ്റ്റിൻ സഹോദരന്മാർക്കെതിരെയുള്ള കേസിൽ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയുള്ള ഒരു കേസ് പറഞ്ഞിട്ട് റിപ്പോർട്ടർ ടിവിയെയും അതിൻ്റെ മാനേജ്മെൻറ്റിനെയൊക്കെ ആളുകൾ ഇങ്ങനെ നിരന്തരം ചീത്ത വിളിക്കുന്നുണ്ട്. പക്ഷേ ചീത്തവിളി കേൾക്കാൻ അർഹതയുള്ള ഒരേ ഒരു വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ കായിക മന്ത്രി വി അബ്ദുറഹ്മാനാണ്. അദ്ദേഹം എന്താണ് ചെയ്തത്? മെസ്സിയെ കേരളത്തിൽ എത്തിക്കുന്നതിന് ഒരു രൂപ പോലും സർക്കാർ ചെലവഴിക്കേണ്ടി വരില്ല എന്നാണല്ലോ അദ്ദേഹത്തിൻ്റെ ഗീർവാണം മുഴക്കൽ. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് പ്രഖ്യാപിക്കുന്നത് അതാണല്ലോ. അങ്ങനെ പ്രഖ്യാപിച്ച മന്ത്രിയും അനുചരന്മാരും ആരൊക്കെയാണ്? കായിക വകുപ്പ് സെക്രട്ടറിയും കായിക വകുപ്പിലെ ഡയറക്ടറും മന്ത്രിയും കൂടി സ്പെയിനിലേക്ക് ഒരു യാത്ര നടത്തി. എന്താണ്? അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ പ്രതിനിധികളെ കാണാൻ, മാഡ്രിഡിൽ വെച്ച് കാണാൻ വേണ്ടിയാണ് ഇവർ പോയത്. ഇവർ പോയതിന് ചെലവഴിച്ച തുക 13 ലക്ഷത്തിലധികം രൂപ, 13,40,000 രൂപയാണ് ചെലവഴിച്ചിട്ടുള്ളത്. ഇത് വിവരാവകാശ നിയമം വഴി പുറത്തു വന്നു. അപ്പോൾ ഈ ചെലവ് ആര് വഹിച്ചു? സ്പോൺസർമാരാണോ വഹിച്ചത്? മിസ്റ്റർ മിനിസ്റ്റർ അല്ല, അത് സർക്കാർ ഖജനാവിൽ നിന്നാണ് എടുത്ത് പെരുമാറിയിട്ടുള്ളത്. 3 പേർ സ്പെയിനിൽ പോയി അവരെ കണ്ടു. എന്നിട്ട് 2024 സെപ്റ്റംബറിലായിരുന്നു ഈ യാത്ര. ഈ യാത്ര കഴിഞ്ഞ് വന്ന ഉടനെ മന്ത്രി അടുത്ത വാർത്താ സമ്മേളനം വിളിച്ചു, മാധ്യമങ്ങളെ കണ്ടു പറഞ്ഞു, അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷനെ കണ്ടു, അദ്ദേഹം വരും, മെസ്സി വരും, മെസ്സിയും ടീമും വന്ന് കളിക്കും എന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം എന്ത് പറഞ്ഞു? അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷന് കേരളത്തിൽ ഫുട്ബോൾ അക്കാദമികൾ സ്ഥാപിക്കാൻ ആഗ്രഹമുണ്ട്, അവർ താല്പര്യം പ്രകടിപ്പിച്ചു, അവരുടനെ വരും. വന്നോ? 11 മാസമായി. മിസ്റ്റർ മിനിസ്റ്റർ, നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? 11 മാസമായി അർജന്റീനൻ ഫുട്ബോൾ ടീമിൽ നിന്ന് ആരും വന്നതുമില്ല. മെസ്സി വരുമോ വരില്ലയോ എന്ന അനിശ്ചിതത്വം ഇപ്പോഴും തുടരുകയും ചെയ്യുന്നു. മെസ്സി വരില്ല എന്നാണ് ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ മെസ്സി വരുമെന്ന പ്രതീക്ഷയിലാണ് സ്പോൺസർമാരായ റിപ്പോർട്ടർ ടിവി. 130 കോടി രൂപയാണ് അർജന്റീന ഫുട്ബോൾ അസോസിയേഷന് റിപ്പോർട്ടർ ടിവി ഇക്കാര്യത്തിൽ ഇതുവരെ കൈമാറിയിട്ടുള്ളത്. ഒക്ടോബർ നവംബർ മാസങ്ങളിലായി മെസ്സി ഉൾപ്പെടുന്ന അർജന്റീനൻ ടീം കേരളത്തിൽ വരും. 1 കോടി ആളുകൾ, ഫാൻസ്, അതായത് അർജന്റീനൻ ടീമിനെ ഇഷ്ടപ്പെടുന്ന 1 കോടിയോളം ജനങ്ങളെ ഒന്നിച്ചു കൂട്ടി അർജന്റീനയ്ക്ക് വലിയ സ്വീകരണമൊക്കെ നൽകാനായിരുന്നു പദ്ധതി സ്പോൺസർമാരുടെ. പക്ഷേ അത് വരുമോ വരില്ലയോ എന്ന് ഉറപ്പില്ല. വന്നില്ലെങ്കിൽ, ഒക്ടോബർ നവംബർ മാസങ്ങളിലായി മെസ്സിയും സംഘവും കേരളത്തിലെത്തിയില്ലെങ്കിൽ ആ ഫുട്ബോൾ അസോസിയേഷനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് ഈ റിപ്പോർട്ടർ ടിവിയുടെ MD ആയ ആൻഡോ അഗസ്റ്റിൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. അപ്പോൾ ശരിക്കും അബ്ദുറഹ്മാൻ നമ്മുടെ ജനങ്ങളെ, നമ്മുടെ കണ്ണിൽ എങ്ങനെയാണ് പൊടിയിട്ടത്? അദ്ദേഹം പറഞ്ഞു, എന്താണ്, 1 രൂപ പോലും ചെലവഴിക്കില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് 13,40,000 രൂപ ചെലവഴിക്കുകയും ചെയ്തു. എന്നിട്ട് അദ്ദേഹം പ്രഖ്യാപിച്ച എന്തെങ്കിലും നടന്നോ? ഒന്നും നടന്നില്ല. അദ്ദേഹമാണ് ആദ്യമായി റിപ്പോർട്ടർ ടിവിയെ, സ്പോൺസർമാരെ പിറകിൽ നിന്ന് കുത്താൻ ശ്രമിച്ചത് എന്ന് കൂടി പറയേണ്ടിയിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞതുകൊണ്ടാണല്ലോ വാർത്ത ആയത്. മെസ്സി വരില്ല എന്നുള്ള അറിയിപ്പ് ലഭിച്ചു എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹമാണല്ലോ ആദ്യം പറഞ്ഞത്. അപ്പോൾ സ്പോൺസർമാർ, 130 കോടി രൂപ കൊടുത്ത സ്പോൺസർമാർ വലിയ മണ്ടന്മാരും മന്ത്രി വലിയ ബുദ്ധിശാലിയുമായി മാറി. അതുകൊണ്ടാകണം വിവരാവകാശ നിയമപ്രകാരം ആളുകൾ കണക്കെടുത്തത്. അപ്പോൾ മന്ത്രിയാണ് സ്പോൺസർമാർക്ക്, അവർക്ക് കയ്യിൽ നിന്ന് കാശ് പോയി എന്ന് പറയുന്നത് അവർക്ക് വലിയ നഷ്ടമാണ്. പക്ഷേ മന്ത്രി ഖജനാവിൻ്റെ കാശെടുത്തിട്ട് സർക്കാരിന് 1 രൂപ പോലും ചെലവാക്കേണ്ടി വരില്ല, എല്ലാം സ്പോൺസർമാരാണ് നിർവഹിക്കുന്നത് എന്ന് വലിയ നാവിൽ പറയുമ്പോൾ അത് പച്ചക്കള്ളമാണെന്ന് വിളിച്ചു പറയുകയാണ് വിവരാവകാശ രേഖ. ഏതായാലും മെസ്സിയാണ് കേരള രാഷ്ട്രീയത്തിലെ വലിയ ചർച്ചയായി മാറുന്നത്. ഒരുപക്ഷെങ്കിൽ ചില ചാനലുകൾ കൊടുക്കുന്ന ന്യൂസ് മേക്കറും അവാർഡുമൊക്കെ മെസ്സിക്കായിരിക്കും കിട്ടുക. കാരണം ഏറ്റവും അധികം വാർത്ത ഇപ്പോൾ വരുന്നത് മെസ്സിയെക്കുറിച്ചുള്ളതാണ്.